പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സഹനം ദൈവം അനുവദിക്കുന്നത് ദൈവത്തിന് നമ്മെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ്. യെശയ്യാ 48:10-11 തിരുവചനങ്ങളിൽ പറയുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, കഷ്ടതയുടെ ചൂളയിലൂടെ നമ്മെ കടത്തിവിടുന്നത് നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ്. സഹനം ഒരു ദൈവിക രഹസ്യമാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. നമ്മുടെ സഹന സമയത്ത് ദൈവം നമ്മെ കൈവിടുക അല്ല ചെയ്യുന്നത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം തൻ്റെ പുത്രനായ യേശുവിന് വലിയ സഹനം അനുവദിച്ചു. യേശുവിൻ്റെ സഹനത്തിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. മാനവരാശിയുടെ ആത്മരക്ഷയായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി. നമ്മുടെ ഓരോ സഹനത്തിൻ്റെ പിന്നിലും ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. ഒരാൾ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ പീഡാസഹന സമയത്ത് യേശു പിതാവിനോട് ഈ പാനപാത്രം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചു. പിതാവായ ദൈവം യേശുവിൻ്റെ സഹനത്തെ മാറ്റിക്കൊടുക്കുകയല്ല ചെയ്തത്, പകരം യേശുവിനെ ശക്തനാക്കുകയാണ് ചെയ്തത്. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത യേശു വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3:16-17 തിരുവചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എബ്രായർ 12:5-6 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. താൻ സ്നേഹിക്കുന്നവനെ കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. നമ്മൾ ദൈവമക്കളായതുകൊണ്ടാണ് ദൈവം ശിക്ഷണം നൽകുന്നത്. സഹനത്തിൽ നാം തളർന്നു പോകരുത്. അപ്പസ്തോല പ്രവർത്തനം 17:27 തിരുവചനം പറയുന്നു, അത് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ചിലർക്ക് ചില സഹനങ്ങൾ ദൈവം അനുവദിക്കാറുണ്ട്. അത് ദൈവത്തെ അന്വേഷിക്കുന്നതിനും ആ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണെന്ന് തിരുവചനം പറയുന്നു. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും. യോഹന്നാൻ 15:2 യേശു പറയുന്നു, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. യെശയ്യാ 30:20 പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. സഹന സമയത്ത് ആരെയും കുറ്റം പറയരുത്, നിശബ്ദത പാലിക്കുകയാണ് വേണ്ടത്. സഹനം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തിൽ ശാന്തമായിരിക്കുകയാണ് വേണ്ടത്. ഈശോയ്ക്കെതിരെ കുറ്റങ്ങൾ ആരോപിച്ചപ്പോൾ ഈശോ നിശബ്ദത പാലിച്ചത് നാം കാണുന്നുണ്ട്. അത് പിതാവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് യേശു മനസ്സിലാക്കി. അതുപോലെ നമ്മുടെ സഹനത്തിനും രക്ഷാകര മൂല്യമുണ്ട്. നമ്മുടെയും അനേകരുടെയും ആത്മരക്ഷയ്ക്ക് അത് ഉപകരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.